എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫൈൻ ഹോംസ് വ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന് പറയുന്ന പഞ്ചായത്തിൽ പുതിയതായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും അവിടുത്തെ പുതിയ കാഴ്ചകളുമാണ്. ഇത് പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെൻറ്റേതായ പുതിയ കുറേ പ്രോജക്റ്റുകളും ഇതൊരു ടൂറിസം കേന്ദ്രമാക്കി വളർത്തിയെടുക്കുവാനുള്ള കുറേ കാര്യങ്ങളുമെല്ലാം പുതിയതായിട്ട് വരുന്നുണ്ട്. നമുക്ക് സൺഡേയിൽ ഒരു ഔട്ടിങ്ങിന് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നന്നായി ഫുഡൊക്കെ കഴിച്ച് തിരികെ പോരാനും മനസ്സിനുല്ലാസം ഉണ്ടാക്കുന്നതുമായ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം ഒരു സായാഹ്നം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വക്കത്ത് ആ ഒരു ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ബോട്ട് ജെട്ടിയും ടൂറിസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. ഇവിടെ ബോട്ട് ജെട്ടിയുണ്ട്, അവിടെ ബോട്ട് വരും, സ്പീഡ് ബോട്ടുകളും ബാക്കിയുള്ളതെല്ലാം വാടകയ്ക്ക് എടുത്ത് നമുക്ക് യാത്ര ചെയ്ത് ഉല്ലാസത്തിന് ഉപയോഗിക്കാൻ പറ്റും. കയാക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ കയാക്കിങ്ങിനുള്ള ബോട്ടും കാര്യങ്ങളും ഒക്കെ റെൻറ്റിന് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി കയാക്കിങ്ങിനുള്ള സാധനങ്ങളെടുക്കാം, സ്പീഡ് ബോട്ട് എടുക്കാം. ബോട്ടിൽ ഗ്രൂപ്പായിട്ട് തന്നെ പോകാനായിട്ടുള്ള സൗകര്യമുള്ള 10-20 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ബോട്ടുണ്ട്. ആ ബോട്ട് വാടകയ്ക്കെടുത്ത് അതിൽ യാത്ര ചെയ്ത് ഒരു സായാഹ്നം സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. അവർ ബോട്ട് എടുത്തിട്ട് യാത്ര ചെയ്ത് അവരുടെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് അവർ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇതാണ് നമ്മൾക്ക് അവിടെ ഈ ഹൗസ് ബോട്ട് പോലെ, എന്നാൽ ഫുള്ളായിട്ട് റൂമുകളായിട്ട് സെറ്റ് ആക്കിയതല്ല, അല്ലാതെ തന്നെ നമുക്ക് ഇരുന്ന് പോകാനും ഉല്ലാസത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത്. ഇതിനടുത്തായിട്ട് തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കാണുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ അവിടെ ഞങ്ങൾ പോയതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് വളരെ ഒരു വെറൈറ്റി ഫുഡുകളൊന്നുമല്ല. ഇതിനടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റും കായലിൻ്റെ തീരത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണശാലയുണ്ട്. അവിടെ ശരിക്ക് കായൽ വിഭവങ്ങൾ ആസ്വദിക്കാനും നമുക്കൊരുപാട് കരിമീനും ചെമ്മീനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുള്ള ഊണ് കഴിക്കാനുള്ള സൗകര്യമെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് സാധാരണ ഒരു നാടൻ ഊണെന്നുള്ളതിന് അപ്പുറത്തേക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമൊന്നും ഈ റെസ്റ്റോറൻറ്റിൽ കണ്ടില്ല. ഇത് നമ്മൾ നേരത്തെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിപ്രാവശ്യം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തത്. ഇവിടെ നമുക്ക് സാധാരണ എല്ലാ ഹോട്ടലുകളിലും കിട്ടുന്നത് പോലത്തെയുള്ള ഊണം, ഫിഷ് ഫ്രൈ, സാധാരണ ഫ്രൈ, അതായത് കടലിൽ നിന്ന് പിടിച്ച മീനിൻ്റെ ഫ്രൈയും ബാക്കിയുള്ള കാര്യങ്ങളും നോൺ വെജ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അപ്പുറത്ത് വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് അതിൻ്റെ വ്യൂ വരുമ്പോഴത്തേക്ക് ഞാനത് കാണിക്കാം. അവിടെ കായൽ മീനുകൾ
കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ട്. ആ സീനാണ് ഈ കാണുന്നത്. അത് കായലിനോട് ചേർന്ന് തന്നെയാണ് അവിടെ ഈ റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഇരിക്കാനും ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം വിശ്രമിക്കാനും ശരിക്ക് കാറ്റ് കൊണ്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്കവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യമെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനടുത്ത് തന്നെ കയാക്കിങ്ങിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ 600 രൂപയാണ് കയാക്കിങ്ങിന് ഒരാളിന് പുറത്തു നിന്ന് വരുന്നവരിൽ നിന്ന് ഈടാക്കുന്ന ഫീസായിട്ട് പറഞ്ഞത്. അവിടെ നിന്ന് ബോട്ടെടുത്ത് നമുക്ക് ഉല്ലാസത്തിന് കായലിലേക്ക് പോകാം. കൂടെ ഗൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളെല്ലാം ചെയ്തു തരും. പിന്നെ നമുക്ക് ഈ കായലിൻ്റെ തന്നെ മറവ് കരയിൽ, അതായത് പണയിൽക്കടവ് പാലത്തിന് അപ്പുറത്തായിട്ട് കായൽ മീനുകൾ കിട്ടുന്ന കടകളുണ്ട്. അതാണ് ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടത്തെ ദൃശ്യങ്ങളെല്ലാം പകർത്തിയതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്കും പോകാവുന്നതാണ്. പോയി നിങ്ങളെ കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ചും പറഞ്ഞു തരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കായലിൻ്റെ മറുകരയിൽ കടകളുണ്ടെന്ന് പറഞ്ഞിടത്തേക്കാണ് ഈ പോകുന്നത്. ഇതാണ് കായൽ മത്സ്യം കിട്ടുന്ന കടകളാണ്. അവിടെ കാളാഞ്ചി, ചെമ്മീൻ, കരിമീൻ, സിലോപ്പിയ എല്ലാത്തരം മീനുകളും അവിടെ കിട്ടും. വലിയ ഒരുപാട് വിലയൊന്നും കൊടുക്കാറുണ്ട്. ചെമ്മീനൊക്കെ 500 രൂപ കിലോ എന്ന കണക്കിലാണ് അവിടെ വിൽക്കുന്നത്.
കരിമീനുണ്ട്. കരിമീൻ 500 രൂപ, വലിപ്പം അനുസരിച്ചിട്ട് അതിൻ്റെ വില കൂടും. എങ്കിലും ആവറേജ് 400 മുതൽ 600 വരെയുള്ള വിലയ്ക്ക് കരിമീൻ കിട്ടും. കാളാഞ്ചിയുണ്ട്. വലിയ വലിയ മീനുകളെല്ലാം അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. വാങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം, ഉല്ലാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഇവിടെ നിന്ന് മീൻ വാങ്ങി കൊണ്ടുപോകാവുന്നതാണ്. അതും വലിയ വിലയൊന്നും ഒരുപാട് എന്താണ് നഷ്ടമില്ലാത്ത രീതിയിലുള്ള വിലയ്ക്ക് മീനുകൾ വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് പണയിക്കടവ് നിന്നും നമുക്ക് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാഴ്ചകൾ. എപ്പോഴെങ്കിലും ഇതിന് പരിസരത്ത് മീൻസ് ഈ വക്കം ചിറയൻകീഴ് താലൂക്കിലുള്ളൊക്കെയുള്ള ആൾക്കാർക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എപ്പോഴെങ്കിലും ഫ്രീ ഉള്ളപ്പോൾ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് പണയിൽക്കടവിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാവുന്നതാണ്. എല്ലാ പ്രേക്ഷകരെയും പണയിൽക്കടവിൻ്റെ ഹൃദ്യമായവും മനോഹരവുമായ ഈ കാഴ്ചകളിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, തീർച്ചയായും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തി പുതിയ വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.